പാളീസായി നിൽക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര എന്ന സ്വപ്നം നടത്തിയെടുത്തേ മതിയാകൂ. അതിനുവേണ്ടി പാറ്റുന്നതും മുറുക്കുന്നതുമായിട്ടുള്ള ആയുധങ്ങളെല്ലാം തുരുമ്പടിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാക്കന്മാരോ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരുടെ ലക്ഷ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ തകർക്കുവാൻ ബി.ജെ.പി രഹസ്യമായ നീക്കങ്ങൾ ശക്തമാക്കിയതായി ആരോപിച്ച ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മുനവെക്കുന്നത് അമിത്ഷായെ തന്നെയാണ്. അടുത്തിടെ നാഗ്പൂരിൽ എത്തിയ അമിത്ഷാ അവിടെ ഒരു രഹസ്യ യോഗം സംഘടിപ്പിച്ചുവെന്നും ആരോപണം ഉയർന്നു വരികയാണ്. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടാനും അവരെ പിളർത്താനുമായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ചർച്ചകൾ നടത്തി വരികയാണ് അമിത്ഷാ. ഈ യോഗങ്ങളെല്ലാം അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ ആരോപിക്കുന്നത്. അടുത്തിടെ നാഗ്പൂരിൽ എത്തിയ അമിത്ഷാ ബി.ജെ.പി നേതാക്കളുമായി രഹസ്യ യോഗം ചേർന്നു. പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും തന്നെയും ശരത് പവാറിനെയും രാഷ്ട്രീയമായി തടയുവാനുമാണ് അതിൽ ഉദ്ദേശം നൽകിയതെന്നും അത് എന്തിനാണെന്ന് നിങ്ങൾ ഇത്തരം രഹസ്യയോഗങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞുകൂടെ എന്നായിരുന്നു ഉദ്ധവിന്റെ അമിത്ഷായോടുള്ള ചോദ്യം. തങ്ങളെ ദുർബലരാക്കിയതിൽ ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയെ എളുപ്പത്തിൽ കൊള്ളയടിക്കാൻ കഴിയുമെന്നാണ് ഉദ്ധവ് പറയുന്നത്. 3 പതിറ്റാണ്ട് കാലത്തെ സഖ്യത്തിന് 2014 ബി.ജെ.പി അന്ത്യം കുറിച്ചുവെങ്കിലും ശിവസേനയ്ക്ക് ആ തെരഞ്ഞെടുപ്പിൽ 63 സീറ്റുകൾ നേടാൻ കഴിഞ്ഞുവെന്നും മുതിർന്ന ശിവസേന നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൂടിയായ ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അധികാരത്തെ മാത്രം സംബന്ധിച്ചിട്ടുള്ളതല്ല എന്നും മഹാരാഷ്ട്രയെ കൊള്ളയടിയിൽ നിന്നും രക്ഷിക്കാൻ കൂടിയുള്ളതാണെന്നും അദ്ദേഹം പറയുകയാണ്. തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉൾപ്പെടുന്ന MVA സഖ്യത്തിന് സംസ്ഥാനത്ത് വലിയ വിജയം നേടി തരുമെന്നാണ് ഉദ്ധവ് ആവശ്യപ്പെടുന്നത്. അതേസമയം നവംബർ 26-ന് മുൻപ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഉത്സവ ആഘോഷ സീസൺ ആയതിനാൽ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കമ്മീഷന്റെ തീരുമാനം എന്നാണ് സൂചന. അധികം വൈകാതെ തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന 3/4 സീറ്റ് നഷ്ടപ്പെട്ട ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു കീറാമുട്ടി തന്നെയാണ്.